എന്നാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാമാണ് KSEB സബ് എഞ്ചിനീയർ. ബിടെക് ഇലക്ട്രിക്കൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. ബിടെക് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ബ്രാഞ്ചസിലെ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് അവിടേക്ക് എത്തുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പല ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ ബ്രാഞ്ചസിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയില്ല. ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി മിക്കവാറും ചിന്തിക്കുന്നുണ്ടാവും KSEB സബ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒക്കെ ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ഒട്ടനേകം അവസരങ്ങളാണുള്ളത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതായാലും ശരി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയാലും ശരി, ഒട്ടനേകം അവസരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് വളരെ എഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2026 നിങ്ങളൊരു ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാം ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. അതായത് ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ശേഷം ഇനി എന്ത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുക. നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടർ ജോബിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് അവിടെ വരാനിരിക്കുകയാണ്. കാരണം AI കാരണം ഒരുപാട് വൈറ്റ് കോളർ ജോബ്സ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാംസുകളെ, അതായത് ടെക്നിക്കൽ എക്സാംസുകളെ ഞാനിവിടെ 2 ലെവലായിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണ്. ഒന്ന് സ്റ്റേറ്റ് PSC ആണ്, മറ്റൊന്ന് സെൻട്രൽ ആണ്. സ്വാഭാവികമായിട്ടും ഇത് രണ്ടും നമുക്ക് ആദ്യമേ ഒരു കമ്പാരിസണിലേക്ക് വരാം, സ്റ്റേറ്റും അതേപോലെ തന്നെ സെൻട്രലും. അവിടെ ആദ്യത്തെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റേറ്റിൽ പോകണം അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ സെൻട്രലിൽ പോകണം എന്നുള്ളതാണ്. അവിടെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ സ്റ്റേറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം കേരളത്തിൽ, അതായത് സ്വന്തം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾ സെൻട്രലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തായിരിക്കും മിക്കവാറും വർക്ക് വരുന്നുണ്ടാവുക. എന്നാൽ ചില ജോബൊക്കെ കേരളത്തിലും വരാം, സെൻട്രലിൽ പാർട്ടായിട്ട് കേരളത്തിലും ലഭിക്കുക. എന്നാൽ മിക്കവാറും നിങ്ങൾക്ക് കേരളത്തിൻ്റെ പുറത്തായിരിക്കും ജോലി ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇത് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള PSCയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ വരുന്ന അത്രയും ഓപ്പർച്യൂണിറ്റീസ് എവിടെ വരാൻ സാധ്യതയില്ല, PSCയിൽ വരാൻ സാധ്യതയില്ല. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവുക സെൻട്രലിലാണ്. ഇനി അതേപോലെ തന്നെ സാലറി സ്കെയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രലിലാണ് കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ സാലറിയും അതേപോലെ അത്തരം അലവൻസുകൾ ലഭിക്കുക സ്റ്റേറ്റിൽ അത്രത്തോളം വരുന്നുണ്ടാവില്ല. ഇനി ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് PSCയിലാണ് കുറച്ച് കൂടുതൽ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ നമുക്ക് കാണാം, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലുള്ളത് സ്റ്റേറ്റ് PSCയിലാണ് ആസ് കമ്പയർഡ് ടു സെൻട്രൽ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു സർക്കാർ ജോലിയാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും ഇന്ന സ്ഥലത്ത് തന്നെ വേണമെന്നല്ല. നിങ്ങളിപ്പോൾ നിലവിൽ നിങ്ങളുടെ ചോയ്സ് എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് PSCയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതെല്ലാം എക്സാംസുകൾ നമുക്ക് വരുന്നുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എക്സാംസുകൾ, ഒരുപാട് A ലെവൽ എക്സാംസുകൾ KSEBൻ്റെ വരുന്നുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ, അതിപ്പോൾ ഓൾറെഡി എക്സാമും അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞു. ഇനി അടുത്ത പ്രാവശ്യത്ത് വരാൻ എന്തായാലും ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാൽ മതി. അതേപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക്ക് വരാനിരിക്കുന്നുണ്ട്. വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടനേകം അവസരങ്ങളാണ് സ്റ്റേറ്റ് PSCയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റുകളുടെ ഒക്കെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു എഞ്ചിനീയറിംഗ് ലെവലിലുള്ളതാണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ലെവലിലുള്ള പോസ്റ്റാണ്. ഓക്കെ, ഇനി ഡിപ്ലോമ ലെവലുള്ള പോസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡിപ്ലോമ ലെവൽ നോക്കുകയാണെങ്കിൽ KSEB സബ് എഞ്ചിനീയർ അതാണ് ഏറ്റവും ആദ്യം വരാൻ പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ ഈ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് KSEB സബ് എഞ്ചിനീയർ ആണ്. അതേപോലെ ഓവർസിയർ എക്സാം, ഇൻസ്ട്രക്ടർ എക്സാം, ഇലക്ട്രീഷ്യൻ എക്സാംസ്. ഇലക്ട്രീഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ITA ലെവൽ എക്സാമാണ്. ഓപ്പറേറ്റർ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇതൊക്കെയാണ് സ്റ്റേറ്റ് PSCയിലുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് PSCയിൽ അത്യാവശ്യം നല്ല അവസരങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ സെൻട്രലിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ RRB ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്, RRB ALP ഉണ്ട്, SSC ജൂനിയർ എഞ്ചിനീയർ ഉണ്ട്. കുറച്ചുകൂടി ഹൈ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഗേറ്റ് ഉണ്ട്, IS ഉണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള പുതിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് അഥവാ PSU ജോബുകളും ഇപ്പം നിങ്ങൾക്ക് നിലവിൽ അവൈലബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഈ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഓപ്പർച്യൂണിറ്റീസുകൾ അല്ലെങ്കിൽ ലെവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈ ലെവൽ എക്സാംസ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെങ്കിലും ശരി, ലെക്ചർ ഇൻ പോളിടെക്നിക് ആണെങ്കിലും ശരി, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണെങ്കിലും ശരി. എന്നാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാമാണ് KSEB സബ് എഞ്ചിനീയർ. അതിനർത്ഥം വളരെ ഈസി ആയിട്ട് കിട്ടുന്നൊന്നും അല്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി വേക്കൻസീസ് ഇവിടെ കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ എക്സാംസ് ഒക്കെ ഇതൊരു മിഡ് ലെവൽ എക്സാംസുകളായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസുകളിൽ കുറച്ച് ഹൈ ലെവൽ എക്സാംസ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയറും അതേപോലെ തന്നെ RRBയുടെ ജൂനിയർ എഞ്ചിനീയറും കാണാം. ഇനി PSU ജോബ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് PSUസുകൾ അവസരങ്ങളുമായിട്ട് വരുന്നുണ്ട്. ബെല്ല്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അതേപോലെ NTPC എക്സാം, ISRO, DRDO, അത്തരം ഒരുപാട് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് PSUസിൻ്റെ പാർട്ടിലും വരുന്നുണ്ട്.
അപ്പം നമ്മളൊരു വർഷം നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് എത്രത്തോളം അവസരങ്ങൾ വരുന്നുണ്ടെന്ന് അറിയോ? 10,000-കണക്കിന് അവസരങ്ങളാണ് ഓരോ വർഷവും എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വരുന്നത്. എന്നാൽ വളരെ ചുരുക്കം അവസരങ്ങളെക്കുറിച്ച് മാത്രമേ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും അറിയാറുള്ളൂ. എന്ന് മാത്രമല്ല, ഇതെങ്ങനെയാണ് മൾട്ടിപ്പിൾ എക്സാംസിന് വേണ്ടി പഠിക്കുക എന്നുള്ള കാര്യം ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയൊരു കൺഫ്യൂഷനാണ്. കാരണം നമ്മളിപ്പോൾ PSC എക്സാംസിന് പഠിക്കുന്നു, അപ്പോൾ നമുക്ക് RRB ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് KSEB Aക്ക് വേണ്ടി പഠിക്കുന്നു, എന്നാൽ നമുക്ക് മറ്റൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അത് പഠിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഒരിക്കലും ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു എക്സാമിനെ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കരുത്. ഇപ്പം നമ്മൾ എൻട്രിയുടെ കഴിഞ്ഞ കുറച്ച് എക്സാംസുകളിൽ വന്നിട്ടുള്ള നമ്മുടെ റിസൾട്ടാണ്. ഫസ്റ്റ് റാങ്ക് തന്നെ വിവിധ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും വന്നിട്ടുണ്ട്. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ബാങ്ക് ലിമിറ്റഡിൽ 4th റാങ്ക്. അങ്ങനെ മികച്ച റാങ്കിൽ നേടിയ ഉദ്യോഗാർത്ഥികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ ക്വസ്റ്റ്യൻസ് വന്നാലും അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം. അത് AE ലെവലാണെങ്കിലും ശരി, ഡിപ്ലോമ ലെവലാണെങ്കിലും ശരി, ITI ലെവലാണെങ്കിലും ശരി, കൺസെപ്റ്റ് ക്ലാരിറ്റി ഏറ്റവും മികച്ച രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എക്സാമും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ KSEBയുടെ സബ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റിലാണ്. അതായത് ഇത്തവണത്തെ സബ് എഞ്ചിനീയറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലകളിലും ഇന്ന് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ KSEB സബ് എഞ്ചിനീയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതേപോലെ മികച്ച റിസൾട്ടുകൾ നിങ്ങളിലൂടെ നേടിയെടുക്കാൻ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 റാങ്കിൽ നമുക്ക് 5 റാങ്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ റാങ്ക് ലിസ്റ്റുകൾ ഇതിന് മുന്നത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, ഇൻസ്പെക്ടർ എക്സാം ആയിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം ആയിക്കോട്ടെ, എല്ലാ എക്സാംസുകളിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിജയം കൈവരിച്ചിട്ടുണ്ട്. ഈ വിജയങ്ങൾക്കൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില പ്രധാനപ്പെട്ട പില്ലേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും അത് ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പില്ലേഴ്സാണ്. ഒന്നാമത്തേത് മൈൻഡ് സെറ്റ്. ഓക്കെ, അതായത് നിങ്ങൾ ഗവൺമെൻറ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ തീരുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും ഞങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല, അത് നിങ്ങൾ എന്തുകൊണ്ടൊരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് മാറണം. ഒന്ന് ആലോചിച്ച് നോക്കി. പ്രൈവറ്റ് സെക്ടറിലുള്ള അൺസർട്ടനിറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത്? ലൈഫ് ലോങ് സെക്യൂർഡ് ആയിട്ട് പോകാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണോ? ഏതാ നിങ്ങൾ ചൂസ് ചെയ്യുക? അപ്പം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നിങ്ങളൊരു ഗവൺമെൻറ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ തയ്യാറാക്കിയെടുക്കണം. അതിനുശേഷമാണ് രണ്ടാമത്തെ ഘടകം കോൺഫിഡൻസ് ആണ്. അതായത് PSC എക്സാംസുകൾക്കുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ എക്സാം ജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പരാജയപ്പെടുന്ന ഒരു എക്സാം തന്നെയാണ് കേരള PSCയും സ്റ്റേറ്റ് RRB JE എല്ലാ എക്സാംസുകളും. ഒരിക്കലും വിജയിക്കുന്നവരുടെ എണ്ണം കൂടുതലും പരാജയപ്പെടുന്നവരുടെ എണ്ണം കുറവുള്ള ഒരു എക്സാംസ് അല്ല ഇതൊന്നും. ഈ എക്സാംസുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, വിജയിക്കുന്നവരെക്കാൾ ഒരുപാട് മടങ്ങ് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരാജയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, കോൺഫിഡൻസ് കുറവുണ്ട് അല്ലേ? അതായത് ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ എന്നെയാണ് പലപ്പോഴും വിജയങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പിന്നോട്ട് വലിക്കുന്നത്. അത് മാത്രമല്ല, മൂന്നാമത്തെ ഫാക്ടറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷന്. പല ഉദ്യോഗാർത്ഥികളും പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിൽ അവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അവർ മറ്റു പല കാര്യങ്ങളും കേട്ട് ഡീമോട്ടിവേറ്റഡ് ആകുന്നുണ്ടാവും. അവരൊരു പക്ഷേ ട്രാക്കിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ കൺസിസ്റ്റൻസി, ഇന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നാളെയും പഠിക്കണം, മറ്റന്നാളും പഠിക്കണം, നെക്സ്റ്റ് മന്തും പഠിക്കണം. എക്സാം കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. റിസൾട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സഞ്ജു സാംസന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. സഞ്ജു സാംസൺ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യക്ക് വേണ്ടി പലപ്പോഴായിട്ട് കളിക്കുന്നു. എന്നാൽ ഒരു മാച്ച് വിന്നർ അല്ലെങ്കിൽ സഞ്ജു സാംസൺ കാരണം ഒരു സീരീസ് മുഴുവനായിട്ട് ഇന്ത്യക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും ഒരിക്കലും സഞ്ജു വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയ സമയത്ത് ഈ ഒരു വർഷമാണ് 2026 അദ്ദേഹത്തിന് റിസൾട്ടിലേക്ക് എത്തിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് റിസൾട്ട് വരും എന്നുള്ളതല്ല. റിസൾട്ട് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് 100% ജെനുവിൻ ആണെങ്കിൽ, ആ ഒരു ഹാർഡ് വർക്ക് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് 100% ഗ്യാരണ്ടിയാണ്. സോ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. 2026 ഒരു ഗവൺമെൻറ് സെക്ടർ ജോബിനാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ 2026 ആ ഒരു ഗവൺമെൻറ് സെക്ടർ ജോബിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം? നിങ്ങളൊരു ഡെയിലി റൂട്ടീൻ നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ പലപ്പോഴും പല ആളുകളും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ ആ മോട്ടിവേഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? പെട്ടെന്ന് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്.
പഠിക്കാറുണ്ട്. സോ ആ മോട്ടിവേഷൻ നിലനിർത്താൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു റൂട്ടീൻ സെറ്റ് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഡെയിലി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു 6 to 8 hours നമ്മൾ ഡെയിലി സ്പെൻഡ് ചെയ്യാണ്. മോർണിംഗ് ഒരു 2 hours, അതേപോലെ ഈവനിങ് ഒരു 2 hours, നൈറ്റിൽ നമ്മളൊരു 1 hour, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഷൻസിൽ ഒരു ദിവസത്തിലെ തന്നെ പല ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ ടൈം പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റൂട്ടീൻ നിങ്ങളുടെ ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വലിയ ഇമ്പാക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവുക. സോ ഇത്തരം മൾട്ടിപ്പിൾ എക്സാംസുകൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ പഠിച്ചു തുടങ്ങണം, എവിടെ പഠിച്ചു തുടങ്ങണം, എന്ത് പഠിക്കണം, മൾട്ടിപ്പിൾ എക്സാംസ് എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഇവിടെയാണ് എൻട്രിയുടെ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ എൻട്രിയുടെ മറ്റെല്ലാ ബാച്ചുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത് എൻട്രിയുടെ ഈ ടെക്നിക്കൽ കാറ്റഗറിയിൽ ഇലക്ട്രിക്കലിലെ എല്ലാ എക്സാംസുകളും കൺസിഡർ ചെയ്തുകൊണ്ട് അവിടെ നിന്നെല്ലാം ഏറ്റവും മികച്ച റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻട്രിയിൽ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ എക്സാംസ് അത് ഏതോ ആയിക്കോട്ടെ, അത് KCB AE ആയിക്കോട്ടെ, KCB സബ് എഞ്ചിനീയർ ആയിക്കോട്ടെ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, ലെക്ചർ ഇൻ പോളിടെക്നിക് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൽ RRB JE ആയിക്കോട്ടെ, SSC JE ആയിക്കോട്ടെ, PSU ആയിക്കോട്ടെ, ഗേറ്റ് ആയിക്കോട്ടെ, തുടങ്ങിയ എല്ലാവിധ എക്സാംസുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ചിൽ നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് ലഭിക്കും. അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഏത് ലെവലിലുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള എക്സാംസ്, ഇതെല്ലാം മനസ്സിലാക്കാൻ ഈ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ റെക്കോർഡഡ് ക്ലാസ് നമ്മൾ ഓരോ സബ്ജക്റ്റ് നമ്മളിപ്പോൾ RRBക്കുള്ള രീതിയിലായിരിക്കില്ല SSCക്ക് ഉണ്ടാവുക, അതേപോലെ ആയിരിക്കില്ല PSCക്ക് ഉണ്ടാവുക. ഇതെല്ലാം റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഓരോന്നും ഓരോ കോഴ്സായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ലക്ഷക്കണക്കിനാണ് നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരിക. എന്നാൽ വളരെ ചുരുങ്ങിയ, അതായത് നമ്മൾ ഒരുപാട് കോഴ്സസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്നതിനേക്കാൾ എത്രയോ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും നിങ്ങളൊരു ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അതേപോലെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, സ്റ്റഡി നോട്ട്സുകൾ, ടെസ്റ്റ് സീരീസുകൾ, റിവിഷന്, ഇതെല്ലാം ചേരുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് എൻട്രിയുടെ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ച് എന്ന് പറയുന്നത്. സോ എൻട്രിയുടെ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷന്റെ ഏറ്റവും പുതിയ ബാച്ചസിലേക്ക് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 30 ഉദ്യോഗാർത്ഥികളെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എൻട്രിയുടെ ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങല്ലേ? വിഷ് യു ഓൾ ദ ബെസ്റ്റ്.